ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് 2-3 ദിവസമായി. വണ്ടി ഇപ്പോൾ 950 കിലോമീറ്റർ ഓട്ടുകയും ചെയ്തു ഞങ്ങൾ. ഈ വണ്ടിന്റെ എക്സ്പീരിയൻസ് പറയാൻ ഒരുപാട് ആളുകൾ, ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ റിവീൽ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളൊരു വണ്ടി മോട്ടോ വ്ളോഗർ ഒന്നും അല്ല, പക്ഷെ വണ്ടിനെ കുറിച്ച് നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ അറിയാലോ. വണ്ടി ഇത്രയും കാലത്ത് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളതും ഇപ്പോ CNG ലാഭകരാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. കുറെ ആളുകൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, എത്ര കിട്ടും, എത്രയാണ്, എങ്ങനെയാണ്, എന്താണെന്നില് ഒരു. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഈ വണ്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. ഈ വണ്ടിന്റെ ടാങ്കിന്റെ ഉള്ളിലാണ് ഇതിന്റെ CNGന്റെ ടാങ്ക് വരുന്നത്. ടാങ്കിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. ചാവി എടുക്കുക, ഇവിടെ ഒരു ഉണ്ട്, അത് കാണിക്കണം. ഇതാണ് ഇതിന്റെ CNGന്റെ ടാങ്ക്. CNGന്റെ ടാങ്കിൽ 2 കിലോ ഉള്ള പെട്രോളിന്റെ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. അതിൽ 2 ലിറ്ററാണ് പറ്റുക. പെട്രോള് CNG മാറ്റാനൊക്കെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പെട്രോള് അങ്ങോട്ടും സ്വിച്ച് ആവും. അത് ഓട്ടോമാറ്റിക് തന്നെ വണ്ടി. ഇപ്പൊ ഞാൻ എർട്ടിക ഉപയോഗിക്കുന്നുണ്ട്, CNG എർട്ടിക ഉപയോഗിക്കുന്നുണ്ട്. ആ എർട്ടിക എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ പെട്രോളും പിന്നെ CNGയിലാണ് ഓടുന്നത്. പക്ഷെ ഈ വണ്ടി അങ്ങനല്ല, ത്രൂ ഔട്ട് CNGയിലാണ് ഓടുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു ടെമ്പറേച്ചർ ചേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്, നേരെ പെട്രോൾക്ക് മാറും. ഒരു ടൈമിൽ CNGക്ക് മാറുന്നുണ്ട്. അങ്ങനെയാണ് ഈ വണ്ടി. നിലവിൽ ഈ വണ്ടി 950 കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞല്ലോ. ഇതിലിപ്പോൾ നമ്മൾ ഒരു 600 സംതിങ് കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ അത് കണക്കൂട്ടി വയ്ക്കില്ല പിന്നൊക്കെ. ഒരു 600 സംതിങ് ഉറുപ്പ്യക്കാണ് നമ്മൾ CNG ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ 2 ലിറ്റർ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചത് നമ്മൾ ഓടിയിട്ടോട്ടില്ലേ. അപ്പൊ എത്ര കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതിന് കമ്പനി ഇതിന് പറയുന്ന മൈലേജ് 105 കിലോമീറ്റർ ആണ്. പക്ഷെ എനിക്ക് ഏകദേശം ഒരു 100 മുതൽ ഒരു 90 മുതൽ. ഞാനിപ്പോൾ കോഴിക്കോട് സിറ്റി ഡ്രൈവിലാണ് ഇത് കംപ്ലീറ്റ് ഓട്ടിയത്. അതേപോലെ തന്നെ ഹൈവേ കൂടെ കുറെ ഓടിച്ചു കണ്ടാണ് ഈ ഇത്രയും കിലോമീറ്റർ ആക്കിയത്. അപ്പൊ അത്രയും ഇതില് ഈ വണ്ടി ഓടിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല് വളരെ ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഇപ്പോ നമ്മള് മൈലേജിന്റെ കാര്യത്തില് വണ്ടി പ്ലാറ്റിന C800 ഒക്കെയാണ് കേമന്മാരായിട്ടുണ്ടായിരുന്നത്. അതിനെ കടത്തി വിട്ടും ഇത് എന്നാണ് ഞാൻ പറയുന്നത്. വണ്ടിക്ക് വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ എനിക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. വളരെ ഹാപ്പി കസ്റ്റമറാണ് ഞാൻ. ഇതിലിപ്പോ 950 കിലോമീറ്റർ ഓട്ടി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഫീൽ എങ്ങനെയാ വെച്ചാല് NS ഡ്യൂക്ക് ഈ വക വണ്ടിന്റെ ഒക്കെ ഒരു റൈഡിങ് കംഫർട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 125cc എഞ്ചിനാണ്. ആ ഒരു പുള്ളിങ് കുറവുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരിക്കലും കുറവല്ല. നമ്മളിവിടെ 60-50 കിലോമീറ്ററിൽ ഓട്ടാൻ ഈ വണ്ടി പൂല്യാണ്. NSന്റെയും ഡ്യൂക്കിന്റെ ഒന്നും അത്ര ഇതില്ല. അത് കാരണം 200cc ഒക്കെ വരുന്ന വണ്ടിയല്ല, അത്ര ഇതില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വണ്ടിക്ക് എത്രയായി വില എന്നുള്ളതാണ്. ഈ വണ്ടിക്ക് വില 140 ആണ്. അതെന്താണ് മാറ്റം ചോദിച്ചാല് ഈ വണ്ടിയിൽ 3 വേരിയന്റ് ഉണ്ട്. ബേസ് വേരിയന്റ് ഉണ്ട്, മിഡിൽ വേരിയന്റ് ഉണ്ട്, ഇങ്ങനെ ടോപ്പ് എൻഡ് വേരിയന്റ് ഉണ്ട്. ഇത് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. ഇത് LED ഹെഡ് ലാമ്പാണ്. പിന്നെ മീറ്റർ കൺസോള് ഇതാണ് വരുന്നത്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ളതാണ്. വണ്ടിക്ക് 140 ആണ്. ഇതിന്റെ 120ൽ ഡ്രം ബ്രേക്ക് ഉണ്ടാവില്ല, ഡ്രം ബ്രേക്ക് ആവും, ഡിസ്ക് ഉണ്ടാവില്ല. അങ്ങനെ മാറ്റങ്ങളുണ്ട്. പിന്നെ 110ല് കുറെ ഇതിൽ മാറ്റം വരും. മീൻസ് LED പ്രൊജക്ടർ എല്ലാം, LED എല്ലാം ആവില്ല, ഹാലജൻ ബൾബ് ആയിരിക്കും. ഇതില് ബ്രേക്ക് ഉണ്ടാവില്ല, ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് എല്ലാം ഉണ്ടാവില്ല, ഡ്രം ബ്രേക്ക് ആയിരിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും മീറ്റർ കൺസോളിൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ ഇത്. ഇതിലിപ്പോ പെട്രോളിന് 70 കിലോമീറ്ററും CNGക്ക് 105 കിലോമീറ്ററും ആണ് പറയുന്നത്. CNG മാത്രം ഉപയോഗിച്ചാണ് ഇപ്പൊ ഞാൻ ഓട്ടി നോക്കിയിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്. പുള്ളിങ്ങിനൊന്നും ഒരു കുറവുമില്ല, നല്ല ഭംഗിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്.